ഈ മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 36/2023 ഫിസിക്സ് കെമിസ്ട്രി പാർട്ട് എന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബം ആയിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. സോ ബേസിക്കലി നമ്മളൊരു കോൺവെക്സ് മിററിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇൻ ദ കേസ് ഓഫ് ദ കോൺവെക്സ് മിറർ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വിർച്വൽ ഇമേജ് ആയിരിക്കും. അത് മിഥ്യ പ്രതിബിംബമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതാണ് കോൺവെക്സ് മിറർ എങ്കിൽ, സോ ഇത് പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ചാൽ ഒബ്ജക്റ്റിൽ വരുന്ന ഇമേജ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? This will be diverges. It will be diverges in such a way that diverge ചെയ്യുമ്പോൾ എങ്ങനെ ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. സോ ഇതായിരിക്കും അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഇൻ ദ സെയിം വേ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ, ഇതാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എങ്കിൽ ആണെങ്കിൽ ഇവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് ഡോട്ടഡ് ലൈൻ. ഫോർ എക്സാമ്പിൾ റിയൽ റിഫ്ലക്റ്റഡ് റേസ് വെച്ചിട്ടല്ല. സോ അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഡ് റേസ് വെച്ചിട്ടാണ് ഈ ഫോം ചെയ്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഇമേജ് ആയിരിക്കും. ഇതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും. സോ വിർച്വൽ ഇമേജ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ ചെറുതാണ് ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു മണ്ണുമാന്ത്രി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുന്ന ശാസ്ത്രതത്വം ബോയിൽസ് ലോ, പാസ്കൽസ് ലോ, ബെർണൗളിസ് പ്രിൻസിപ്പിൾ, ചാൾസ് നിയമം. ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ. അതായത് നമ്മൾ അപ്ലൈഡ് പ്രഷറിന്റെ വാല്യൂ കൂടുമ്പോൾ ഗ്യാസിന്റെ വോളിയം കുറയുന്നു. അതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ചാൾസ് ലോ എന്ന് പറയുന്നത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഒരു ഗ്യാസിന്റെ വോളിയം കൂടുന്നു. അതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. പാസ്കൽസ് ലോ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അതൊരു ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. വി ആർ അപ്ലൈയിങ് ദ ഫോഴ്സ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 ഫോഴ്സ് A1 ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു. അവിടെ ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. അത് വെച്ചുകൊണ്ട് സോ ഇവിടെ കൂടുതൽ ഏരിയ ഉണ്ട്. A2 ഏരിയയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ വരുന്ന ഫോഴ്സ് പ്രഷർ എന്ന് പറയുന്നത് P2 ആയിരിക്കും. സോ ഈ രണ്ട് പ്രഷറിനെ സംബന്ധിച്ചുകൊണ്ട് വെച്ച് കണക്ട് ചെയ്യുന്നതാണ് പാസ്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പാസ്കൽ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഡെന്തിസ്റ്റേറുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബൈ അപ്ലൈയിങ് എ സ്മോൾ പ്രഷർ, അതായത് ഒരു ചെറിയ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ചെറിയ പ്രഷർ കൊണ്ട് വലിയൊരു ബോഡിയെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഏരിയയാണ്, വളരെ കുറച്ച് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഏരിയ ഉള്ളിടത്ത് വലിയ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ഇതാണ് നമ്മൾ പാസ്കൽ നിയമത്തിൽ കാണുന്നത്. ഈ പാസ്കൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് JCB വർക്കിൽ മണ്ണുമാന്ത്രി യന്ത്രം വർക്ക് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി പാസ്കൽ നിയമമാണ്. നെക്സ്റ്റ് വൺ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാം? ഗുരുത്വാകർഷണ ബലം F is equal to Gmm ഡിവൈഡഡ് ബൈ R² ആണ്. ഇവിടെ നാം പറഞ്ഞിരിക്കുന്നത് വസ്തുക്കൾ തമ്മിലുള്ള അകലം അഥവാ R എന്ന് പറയുന്നത് പകുതിയാക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? Gmm ഡിവൈഡഡ് ബൈ R/2 the whole square എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Gmm ഡിവൈഡഡ് ബൈ R/4. അപ്പൊ ഈ 4 എന്ത് ചെയ്യും? നേരെ മണ്ടേ പോകും. അപ്പൊ എന്തൊരു 4 into Gmm/R² എന്ന് കിട്ടും. സോ Gmm/R² എന്താണ്? ഫോഴ്സ് ഇൻറ്റു 4. അപ്പൊ ഫോഴ്സ് എന്ത് സംഭവിക്കും? 4 മടങ്ങാവും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISROയുടെ പദ്ധതിയെ വിളിക്കുന്ന പേരാണ് ഗഗൻയാൻ. ചന്ദ്രയാൻ എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കുള്ള മൂൺ എക്സ്കവേഷൻ ആണ്. മംഗൾയാൻ എന്ന് പറയുന്നത് ചൊവ്വയിലേക്കുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗുരുത്വ തരംഗങ്ങളെ കുറിച്ചുള്ള അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ചത് അബൌട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ പറ്റി ആദ്യമായിട്ട് ഐഡിയ തന്നതെന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്ന ചലന നിയമങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ ഒക്കെയാണ് ന്യൂട്ടൺസിനകത്ത് വരുന്നത്. സോ ദ നെക്സ്റ്റ് വൺ, ലിഥിയം
7 3 Li ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം. നമ്മുടെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അറ്റോമിക് റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ Li 3 Li 7 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ 3 എന്ന് പറയുന്നത് ഇതിന്റെ അറ്റോമിക് നമ്പറും 7 എന്ന് പറയുന്നതിന്റെ മാസ് നമ്പറും. 7 എന്ന് പറയുന്ന മാസ് നമ്പറും. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. സോ നമ്പർ ഓഫ് പ്രോട്ടോണിന്റെ എണ്ണം, സോ അപ്പൊ എന്ത് സംഭവിക്കും? അറ്റോമിക് നമ്പർ 3 ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോണിന്റെ എണ്ണം 3 ആണ്. സോ മാസ് നമ്പർ 7 ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോണിന്റെ എണ്ണം 3, അങ്ങനെയാണ് നമ്പർ ഓഫ് ന്യൂട്രോണിന്റെ എണ്ണം 4 എന്ന് വരും. സോ ന്യൂട്രോണിന്റെ എണ്ണം 4, ദെൻ പ്രോട്ടോണിന്റെ എണ്ണം 3. സോ ബാക്കി ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും വെട്ടിക്കളയാം. പിന്നെയുള്ളത് ഇലക്ട്രോണിന്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. 4 ന്യൂട്രോൺ, 3 ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 4 പറഞ്ഞു, സോ വെട്ടിക്കളയാം. സോ ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണം 7 പറഞ്ഞു, ഇതും വെട്ടിക്കളയാം. ബാക്കി ആകെ കറക്റ്റ് ആയിട്ട് വന്ന് 3. ഇത് കണ്ടുപിടിക്കേണ്ടത് ന്യൂട്രൽ സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ ആണ്. സോ 3 പ്രോട്ടോൺ ആണെങ്കിൽ 3 ഇലക്ട്രോൺ തന്നെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വരും. നെക്സ്റ്റ് വൺ, പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം കണ്ടെത്തുക. ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും പുതിയ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത് പുതിയ ഷെല്ലിലാണ്. ഷെല്ലിന്റെ നമ്പർ കൂടുന്നത് കൊണ്ട് ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് ശരിയാണ്. ഒരു പീരീഡിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു. ബേസിക്കലി ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്നത് മെറ്റൽസിനെയും റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത് നോൺ മെറ്റൽസിനെയുമാണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുവാണ് ചെയ്യുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിലുള്ളത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ് മജോറിറ്റിക്കും മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്. ഇവിടെ വരുന്ന പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് എലമെന്റ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണുള്ളത്. സോ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുവാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അലുമിനിയത്തിന്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, കലാമിൻ, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് ഹീം ഇസ് അസോസിയേറ്റഡ് വിത്ത് അയൺ. അയണിന്റെ ഓറാണ് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത്. കലാമിൻ എന്ന് പറയുന്നത് കലാമിൻ ലോഷൻ, സിങ്ക് ഓറാണ് എന്ന് അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നതും അയണിന്റെ ഓർ തന്നെയാണ്. പിന്നെ അലുമിനിയത്തിന്റെ ഓറായിട്ട് വരുന്ന ബോക്സൈറ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ബാംഗ്ലൂരിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IIS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ ഇവിടെ ബേസിലാണെങ്കിൽ പ്രഷർ വളരെ കൂടുതലാണ്. പ്രഷർ കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? വോളിയം കുറയും. കാരണം വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. മുകളിലേക്ക് വരുന്തോറും അതിന് മേളിലുള്ള വാട്ടറിന്റെ അളവ് കുറവാണ്. വാട്ടറിന്റെ അളവ് കുറയുമ്പോൾ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം കൂടുന്നു. സോ മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ബോയിൽസ് ലോ അനുസരിച്ചാണ്. ബോയിൽ നിയമം അനുസരിച്ചിട്ടാണ് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ 51ന്റെ ആൻസർ എന്ന് പറയുന്നത് മിസ്റ്റേക്ക്. മർദ്ദം കുറയുന്നതിന് കുമിളയുടെ വലിപ്പം കൂടുന്നു. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്ലീസ് കറക്റ്റ്. കുറയുവല്ല ചെയ്യുന്നത്, വലിപ്പം കൂടുന്നു. അതായത് മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. പ്രഷർ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.